السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. ആദരണീയരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മനുഷ്യർക്കൊപ്പം എന്നാണല്ലോ നമ്മുടെ പ്രമേയം. നിങ്ങളുടെ എല്ലാം മനസ്സ് എങ്ങനെയാണോ അതിനൊപ്പമാണല്ലോ ഈ സമയത്ത് പ്രസംഗം ചുരുക്കി സഹകരിക്കേണ്ടത്. അതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുന്നില്ല. നമ്മളിവിടെ നാട്ടുകാരാണല്ലോ. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 4 മുതൽ 7 ദിവസം നമുക്ക് നമ്മുടെ സാധാരണ വർഷത്തിൽ നടക്കുന്ന സപ്തദിന പ്രഭാഷണമുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി അപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫ തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാമുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഉഖ്രിജത്തിൽ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ, ഈ ഉമ്മത്തിനെ ഖൈറുന്നാസാക്കിയിരിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാക്കി നിങ്ങളെ. ഖൈറൽ ലിന്നാസ്, ഖൈറന്നാസി ലിന്നാസ് വൽ മഅന അന്നഹും ഖൈറുൽ ഉമമി വ അൻഫഉന്നാസി ലിന്നാസ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അല്ലാഹു തആല ഈ ഉമ്മത്തിനെ സമുദായങ്ങളിൽ ഖൈറാക്കി. വഅൻഫഉന്നാസി ലിന്നാസ്, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന മനുഷ്യരാക്കി. ഈ ഉപകാരം ചെയ്യുക എന്നത്, ഈ ഉത്തമ സമുദായം എന്നത്, ആ മഹത്വം എന്തുകൊണ്ട് ലഭിച്ചു എന്നാണ് അടുത്ത വാചകത്തിൽ അല്ലാഹു പറയുന്നത്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾക്ക് വളരെ പവിത്രമായ ഒരു സ്വഭാവമുണ്ട് ഈ ഉമ്മത്തിന്. അതെന്താണ്? നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും. അതേപോലെ വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കും. വതുമിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കും. നമ്മുടെ ഈ കേരള യാത്ര മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ് തുടക്കം മുതലേ എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് സംസാരിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്ത് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് വരെയും അതിനുശേഷം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളന പരിപാടികളൊക്കെ നടത്തി പിന്നെയും ഒരുപാട് കാലം മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഹിമ്മത്തോടുകൂടി അവിടുത്തേക്കും നമുക്കും അള്ളാഹു ദീർഘ ആയുസ്സും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ. അൻഫഉഹും ലി അയാലിഹി, അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് സർവ്വ സൃഷ്ടികളും. അൽ ഖൽഖു അയാലുല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അൻഫഉഹും ലി അയാലിഹി, അവൻ്റെ ആശ്രിതരായ സൃഷ്ടികൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. ഇങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമൻ. ജനങ്ങൾക്ക്, മനുഷ്യർക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക്, നിന്റെ സ്വന്തത്തിൽ നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം, മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമൻ, അപ്പോൾ നിനക്കൊരു മുസ്ലിം ആകാം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം?
എന്തല്ല ഇസ്ലാം എന്ന് ലോകത്തിന് മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ അവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരത്തിലുള്ള വിശാലമായ ആശയങ്ങൾ, അതിന് എല്ലാ നല്ല മനുഷ്യരുടെയും സപ്പോർട്ട് ലഭിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നേരത്തെ അനുഭവിച്ചിട്ടുള്ളതും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 2 കേരള യാത്രകളിലും മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾക്ക് കിട്ടിയ സമൂഹത്തിൻ്റെ പിന്തുണ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ കണ്ണൂരിലും കാസർഗോഡും സ്വീകരണങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും മനസ്സിലിങ്ങനെ തോന്നി, കണ്ണൂരിലാകെ ഒരു സ്ഥലത്ത്, കാസർഗോഡിൽ ഒരു സ്ഥലത്ത് ഒരു സംഘം നിങ്ങളിൽ പ്രവർത്തന രംഗത്തുണ്ടാകണം. കേരള മുസ്ലിം ജമാഅത്ത് അങ്ങനെയുള്ളൊരു സംഘമാണ്. അതേപോലെ SYS അങ്ങനെയുള്ളൊരു സംഘമാണ്. SSF അങ്ങനെയുള്ളൊരു സംഘമാണ്. ഞങ്ങളൊക്കെ SSFിലൂടെ വളർന്നു വന്ന പ്രവർത്തകരാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആദ്യകാലം മുതലേ മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ പോലുള്ള പണ്ഡിതന്മാർ, താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും അവേലത്ത് തങ്ങളും ഫض്ലു തങ്ങളും അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട നേതാക്കളെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഈ ഒരാശയമാണ്. ഇന്നും അതുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംഘടന. ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ചെറിയ സൂചന പറയാൻ, നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നോ? ഏതെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നോ? നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വരുന്നു. അവരിൽ പലരുടെയും അവസ്ഥ എന്താണ്? അവരിൽ പലരും മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർക്ക് നിസ്കാരം അറിയില്ല, അവർക്ക് വുദു അറിയില്ല. എന്തുകൊണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം നമ്മൾ അവരെ നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവിടെ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പ്രവർത്തനം സജീവമായി ഉണ്ടായില്ല. അതിൻ്റെ ഭവിഷ്യത്ത് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന റഹ്മത്തുള്ള, സദഖത്തുള്ള എന്നൊക്കെ പേരുള്ള ആളുകളുടെ ജീവിത രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നല്ല കാര്യം കൽപ്പിക്കൂ എന്ന് പറയുമ്പോൾ മറ്റുള്ള മുഴുവൻ കക്ഷികളുടെയും തെറ്റിദ്ധാരണകൾ അകറ്റുന്ന വിധത്തിൽ, ഇത്തഖൂം അവാദിയത്തുഹം, തെറ്റിദ്ധാരണകൾ അകറ്റുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കണം. അതേപോലെ മുസ്ലിം സമുദായം, അവർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാത്ത വിധം നമ്മളുടെ പ്രവർത്തനം നടത്തണം. ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇവിടെ നേരത്തെ ശൈഖ് അരിയുൽ കൂഫി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അവിടുന്ന് വെള്ളപ്പാണ്ട് രോഗം അവിടുന്ന് ഇടപെടുമ്പോൾ, ചിലപ്പോൾ കൈവച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കുമ്പോൾ സുഖപ്പെടുന്നു എന്ന് പറഞ്ഞു. ഔലിയാക്കൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നത് ധാരാളം ഹദീസുകളിൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇൽമു പഠിക്കാൻ തുനിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ നീണ്ട ഒരു സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതിൽ കാണാം, ആ ചെറുപ്പക്കാരൻ മുഖേന എത്രയോ വെള്ളപ്പാണ്ട് രോഗം മാറുന്നു, എത്രയോ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉണ്ടാകും. എന്നാൽ പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി ഖുർആൻ പറയുന്നത് കാണാം, അന്നി അഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി വയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്തരവോടുകൂടി, അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു. ഞാൻ സുഖപ്പെടുത്തും എന്നാണ് മഹാനവർകൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഞാൻ സുഖപ്പെടുത്തും, ഞാൻ അന്ധത സുഖപ്പെടുത്തും. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഞാൻ മരിച്ചവരെ ഹയാത്താക്കി തരും. ഈ മാസം നേരത്തെ ഉസ്താദ് അവറുകളോട് ഞാൻ ഓർമ്മിപ്പിച്ചു, മഹാനായ മർഹൂം കിഗന ഉസ്താദിനെ അനുസ്മരിക്കുന്ന മാസമാണ്.
ഉസ്താദ് അവറുകൾ ദുആ ചെയ്തു, അല്ലാഹു തആല ശൈഖുൽ മശായിഖിന കീൺ ഉസ്താദ് അവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മാസം സുഹൃത്തുക്കളെ നാം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ എത്ര കറാമത്തുകൾ ഉണ്ടായി. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ 4 ഭാഗത്തും ഇരുന്ന് ശിഷ്യന്മാർ പരിശുദ്ധ ഖുർആൻ ഓതി എന്നല്ലേ ചരിത്രം. അതേപോലെ ഇമാം ശാഫിഈ തങ്ങളോട് ഇമാം സഅഫറാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അവിടുന്ന് അതിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകി. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മനുഷ്യർക്കൊപ്പമാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കൊപ്പം മാത്രം പോരാ, മരിച്ചുപോയ മനുഷ്യർക്കും ഒപ്പമാകണം. അങ്ങനെ വരുമ്പോൾ മരിച്ച മനുഷ്യർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവരാകണം, മരിച്ച മനുഷ്യർക്ക് വേണ്ടി തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നവരാകണം, മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഖബറിങ്കൽ ചെന്ന് അവർക്കും നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാകണം. അവരെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ആദരപൂർവം അതേ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ ദിക്ർ ചൊല്ലിയിട്ട് മയ്യിത്ത് കൊണ്ടുപോകണം. ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. മയ്യിത്തിന്റെ സമീപത്തെത്തിയാൽ, അതേപോലെ മരണം ആസന്നമായ രോഗിയുടെ സമീപത്തെത്തിയാൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ ഖൈറായത് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ്, മരിച്ചുപോയ മനുഷ്യർക്കും ഒപ്പമാണ്. അവിടുന്ന് ജീവിതകാലത്ത് അങ്ങനെയാണ്, അഥവാ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്ത് അങ്ങനെയാണ്. അവിടുന്ന് ഖബറിൽ ജീവിക്കുന്ന ഈ സമയത്തും അങ്ങനെ തന്നെയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം, ആ ജീവിത സമയം നിങ്ങൾക്ക് ഖൈറാൻ. വമമാതി ഖൈറുൽ ലക്കും. ഞാൻ ഇവിടെ വഫാത്തായി കഴിഞ്ഞാൽ ആ സമയവും നിങ്ങൾക്ക് ഖൈറാൻ. കാരണം തുറളു അലൈഹി അമാലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് നിങ്ങളെ പ്രവർത്തനങ്ങൾ മുഴുവനും നേതാവായ എനിക്ക് ഖബറിൽ കാണിക്കപ്പെടും. ഞാൻ മുഴുവൻ അനുയായികളുടെയും പ്രവർത്തനങ്ങൾ കാണുന്നവരായിരിക്കും എന്ന് മാത്രമല്ല, ഇദാ വജത്തു ഖൈറൻ ഹമിദുല്ലാഹ്, വല്ല നന്മയും നിങ്ങൾ ചെയ്തത് കാണുമ്പോൾ ഞാൻ അല്ലാഹുവിന് അൽഹംദുലില്ലാഹ് പറയും. ഇദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ വല്ല തെറ്റുകളും ചെയ്തത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ പഴിക്കുകയല്ല, നിങ്ങളെ ശപിക്കുകയല്ല, ഞാൻ നിങ്ങളുടെ പാപം പൊറുക്കാൻ എൻ്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കും. എന്തൊരു നേതാവാണ്! വഫാത്തിന് ശേഷവും മനുഷ്യർക്കൊപ്പമാണ്, എന്നും മനുഷ്യർക്കൊപ്പമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിൽ, ഇമാം നവവി അടക്കമുള്ള മുഴുവൻ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയത്, പാപങ്ങൾ ചെയ്തു പോയവൻ, അങ്ങനെ പാപം ചെയ്തു പോയാൽ ഖുർആൻ പഠിപ്പിച്ചു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്, ഓ നബിയെ തങ്ങളെ സമീപിക്കട്ടെ. അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റ് അത് പൊറുക്കാൻ നബിതങ്ങളെ സമീപിക്കണം എന്ന് ഖുർആൻ. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ? കാരണം എന്താണ്? ജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിൽ അള്ളാഹു വെച്ച മധ്യവർത്തിയാണത്. ആ ഹബീബ് നബി തങ്ങളെ സമീപത്ത് ചെന്ന് ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. മാത്രം പോരാ, സമീപിക്കണം എന്ന് പറഞ്ഞാൽ, നീ ഒരു ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡോക്ടറെ സമീപിച്ച് നിന്റെ രോഗം പറയണം എന്നല്ലേ? അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തി വെച്ചു. അതേ വസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവരുടെ പാപം പൊറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടണം. നബി തങ്ങളോട് എന്തിനാവശ്യപ്പെടുന്നത്? അള്ളാഹു പാപം പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെടാനാണ്, അതിന് റെക്കമെൻഡ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അത് തന്നെയല്ലേ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസീൻ വഅദദ് എന്ന ആ പദ്യം പഠിപ്പിക്കുന്നത്. ഇത് ഖുർആൻ പഠിപ്പിച്ചൊരാശയമല്ലേ സുഹൃത്തുക്കളെ? വസ്തഗ്ഫറ ലഹുമുർ റസൂൽ,
അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വ്യക്തിയുടെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്താൽ, റെക്കമെൻഡ് ചെയ്യുകയുമായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു തആല തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഖുർആൻ ഇങ്ങനെ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ആശയം, ഈ ആശയം മുറുകെ പിടിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആദരിക്കപ്പെടേണ്ടവർക്ക് അവർക്ക് അനുയോജ്യമായ ആദരവ് നൽകണം, ആദരിക്കപ്പെടേണ്ട സ്ഥലങ്ങൾക്ക് ആദരവ് നൽകണം. അങ്ങനെ ആദരിക്കപ്പെടേണ്ടതിനെല്ലാം ആദരിക്കപ്പെടണം. അതവന് ഖൈറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, അവിടങ്ങൾ സന്ദർശിക്കണം, അവിടെ ചെന്ന് ഖുർആൻ ഓതണം, അവിടെ നിന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം, അവരെ ഇടയാളന്മാരാക്കണം, അവരെ കൊണ്ട് ബർക്കത്തെടുക്കണം. ഇതെല്ലാം എല്ലാ മഹാന്മാരും പഠിപ്പിച്ചു. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വളരെ ദൂരെ നിന്ന് എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്ത് മദീനയിലെത്തി. തിരിച്ചു പോകുമ്പോൾ ആ യാത്രയൊന്ന് എളുപ്പം കിട്ടാൻ വേണ്ടി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് അവിടുന്ന് ദുആ ചെയ്തു. അങ്ങനെ അല്ലാഹുവിനോട് ലിതഖരീബി ത്വരീഖിഹി, വഴി എളുപ്പമാക്കി കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. അതിനാൽ ഇങ്ങോട്ട് വന്നതിനേക്കാൾ എത്രയോ ചുരുങ്ങിയ ദിവസം കൊണ്ട് മഹാനവറുകൾ തിരിച്ചെത്തിയെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ സഹാബത്തിന്റെ ജീവിതം അങ്ങനെയല്ലേ? അയിമ്മത്തിന്റെ ജീവിതം അങ്ങനെയല്ലേ? യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ അർജു റിളാക വഹ്തമി ബിഹിമാക. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ കാണാൻ ഭാഗ്യം ലഭിച്ച ഇമാമായ ഇമാമുൽ അഅ്ളം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പച്ചയായി ഇസ്തിഗാസ ചെയ്തില്ലേ? യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ, നേതാക്കളുടെ നേതാവായ നബിയെ, അങ്ങയെ കരുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നേതാക്കൾ എന്ന് പറഞ്ഞാൽ അനുയായികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നവരാണല്ലോ. അങ്ങയെ കരുതിയിട്ടാണ് വന്നത്. അർജൂ റിളാക വഅഹ്തമി ബിഹിമാക, അങ്ങയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്. ഓ നബിയേ, അങ്ങയുടെ കാവൽ കൊണ്ട് കാവൽ അതാക്കുന്നവനായിട്ടാണ് വന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തില്ലേ? സഹാബത്ത് ഇസ്തിഗാസ ചെയ്തില്ലേ? സുഹൃത്തുക്കളെ, ഞാനതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുകയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൈവശം ഒരന്ധവിശ്വാസവുമില്ല, അതേ ഒരക്രമവാസനയുമില്ല, അതേ ഒരനീതിയുമില്ല, ഒരഴിമതിയുമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആൻ എന്താണോ പഠിപ്പിക്കുന്നത്, ഹദീസുകൾ എന്താണോ പഠിപ്പിക്കുന്നത്, അത് നന്നായി ഗ്രഹിച്ച സഹാബത്ത് അവരെന്താണോ പഠിപ്പിച്ചത്, അവരിൽ നിന്ന് പഠിച്ച അയിമ്മത്ത് എന്താണോ നടപ്പാക്കിയത്, അത് സ്വീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവിടെയാണ് മഹാനായ മർഹൂം കീന ഉസ്താദ് ഉള്ളത്. അവിടെയാണ് അവിടുത്തെ ഉസ്താദായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഉള്ളത്. അവിടെയാണ് ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഉസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി നവറല്ലാഹു മർഖദഹും അവരുള്ളത്. ആ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ ഓതിപ്പടിച്ച ഒരു പണ്ഡിതനാണ്. ഇന്നും നിങ്ങൾ തിരൂരങ്ങാടിയിൽ ചെന്നാൽ ആ തിരൂരങ്ങാടി നടുവിലെ പള്ളി, അതിലേക്ക് ഗേറ്റ് അങ്ങ് കയറുമ്പോൾ ഇടതുഭാഗത്തൊരു ഖബർ, അതിൻ്റെ മേലെ മുദരിസു മക്ക എന്ന് എഴുതി വെച്ചത് കാണാം. ആ മുദരിസു മക്ക എന്ന് പറയുന്ന ആൾ ആരാണ്? അബ്ദുൽ ഹമീദ് ഷിർവാനി തങ്ങളുടെ ശിഷ്യനാണ്. നമ്മുടെ ഫത്ഹുൽ മുഈൻ ഹാസി എഴുതിയ ഇമാം സയ്യിദ് ബക്കരി തങ്ങളുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവർ ഈ നാദാപുരത്ത് വന്ന് കിതാബ് ഓതി പഠിച്ചവരാണ്. മേനക്കോത്ത ഒറ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്റെ അടുക്കൽ വെച്ച് കിതാബ് ഓതി പഠിച്ചവരാണ്. ഇവിടെ നിന്ന് ഓതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ ഉസ്താദിന്റെ അടുക്കൽ ഫത്വ കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോ ഫത്വ എഴുതി കൊടുക്കാൻ വേണ്ടി ശിഷ്യനായ കോടഞ്ചേരി അഹ്മദ് മുസ്ലിയാരെ ഏൽപ്പിച്ചു. വളരെ കൃത്യമായി നല്ല കയ്യക്ഷരത്തിൽ എഴുതി കൊടുത്തു.
ആ സന്തോഷത്തിൽ വന്നവർ 50 രൂപ അതേ പാരിതോഷികമായി കൊടുത്തു. ആ 50 രൂപയെടുത്ത് ഉസ്താദേ ഞാൻ ഹജ്ജിന് പോകട്ടെ എന്ന് സമ്മതം ചോദിച്ചു. വേഗം ഒരു മോട്ടോർ ബൈക്ക് വാങ്ങട്ടെ എന്നല്ല ചിന്തിച്ചത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഹജ്ജിന് പോകാൻ വേണ്ടി മഹാനവറുകൾ തീരുമാനിച്ചു. ഉമ്മയോട് സമ്മതം വാങ്ങി. ഉമ്മയോട് വലിയ കടപ്പാടുണ്ട്. കാരണം കുട്ടിക്കാലത്ത് ഒന്നും തലയിൽ കയറാത്ത ഒരാളായിരുന്നു. ഒരു ദിവസം ഉമ്മ മെല്ലെ കൂട്ടിക്കൊണ്ടുപോയി ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്ക പോയി, എൻ്റെ ഈ മകന് ഒന്നും മനസ്സിലാകുന്നില്ല ഉസ്താദേ എന്ന് പറയുമ്പോൾ മഹാനവറുകൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഒരു പിടി ഭക്ഷണം വാരിയിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യത്തിൽ പരിഭവിക്കണ്ട, ഇവൻ മഹാപണ്ഡിതനാകും. അതാണ് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളായ സാലിഹീങ്ങളായ നമ്മുടെ മുൻഗാമികൾ. ആ മുൻഗാമികളെ പിന്തുടർന്ന് ആ ഉമർ ഖാദിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദാ ശരീഫിന്റെ അടുക്കൽ പോയിട്ട് ദീർഘമായ സമയം ഇസ്തിഗാസ ചെയ്ത് പദ്യം ചൊല്ലിയത്. ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ ഉണ്ടായത്. ഇതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 23 വർഷത്തോളം പ്രസിഡന്റായി തുടർന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു പാനായിക്കുളം ഉസ്താദ് അവറുകൾക്ക്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകൾ പ്രസിഡന്റായിരുന്ന കാലത്ത് വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുമ്പോൾ ഉസ്താദ് അവറുകളുടെ രോഗമായ സമയത്ത്, അവിടുന്ന് വിഷമിക്കുന്ന സമയത്ത് എല്ലാ നേതൃത്വവും നൽകി ശേഷം മഹാനവറുകൾ 23 കൊല്ലത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായി തുല്യതയില്ലാത്ത സേവനം ചെയ്തു. ആ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അവർ ഈ നാദാപുരത്ത് വന്ന് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ അടുക്കൽ നിന്ന് കിതാബ് ഓതി പഠിച്ച മഹാനാണ്. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ നാദാപുരവും പരിസരങ്ങളും. എന്നാൽ ഈ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവറുകൾ മേനക്കോത്തോറാണെങ്കിലോ പാറക്കടവില് അതേ അലി ഇബ്നു അഹ്മദുൽ ഹമദാനി എന്ന് പറയുന്ന ഹമദാനിൽ നിന്ന് വന്ന മഹാപണ്ഡിതനായിരുന്ന അഹമ്മദുൽ ഹമദാനി എന്നവരുടെ മകനായ കുട്ടിയാലി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട അലി ഷെയ്ഖ് അലി എന്ന് പറയുന്ന മഹാൻ അവരുടെ അടുക്കൽ വെച്ച് കിതാബ് ഓതി പഠിച്ച ആളാണ്. ഇവിടെ ഉണ്ടായിരുന്ന മേനക്കോത്തൂർ എന്ന് പറയുന്നവർ. ഈ പാറക്കടവും നാദാപുരവും അതിന് വലിയ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് പാറക്കടവ് വലിയ ഖാദി അവറുകളും ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളും തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളും ഒക്കെ ഈ നാദാപുരത്തിൻ്റെയും പരിസരങ്ങളുടെയും ആത്മീയ ചൈതന്യമായി നിലനിൽക്കുന്ന കാലത്ത് സുഹൃത്തുക്കളെ കുറ്റ്യാടിയിൽ സുന്നത്ത് ജമാഅത്തിനെതിരായ ചില ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ അതിനെതിരെ ശക്തമായി പോരാടി സമൂഹത്തിന് സുന്നത്ത് ജമാഅത്താണ് ശരി എന്ന് പഠിപ്പിക്കുന്ന ഡ്യൂട്ടി നിർവഹിച്ചത് ആ മഹാന്മാരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്തുടർന്നുകൊണ്ട് അതേ പാതയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.